ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ഇടതുപക്ഷത്തിൽ നിന്നുള്ള ഒരു കൊഴിഞ്ഞുപോക്ക് വളരെ വലിയ തോതിൽ തന്നെ സംഭവിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളത് വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്. അതിൽ തന്നെ ആ കൊഴിഞ്ഞു പോകുന്നവർ നേരെ പോകുന്നത് വലതുപക്ഷത്തേക്കല്ല, മറിച്ച് BJPയിലേക്കാണ് എന്നുള്ള ഒരു കാര്യം കൂടി വളരെയധികം ഹൈലൈറ്റ് ആയിട്ട് കാണേണ്ടത് അനിവാര്യം തന്നെയാണ്. അതിൽ എടുത്തു പറയണത് ഇടതുപക്ഷത്തിൽ നിന്നും അതും DYFIയിൽ നിന്നും ചെറുപ്പക്കാരുൾപ്പെടെ നിരവധി പേരാണ് തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഈ ഒരു ഘട്ടത്തിൽ പോലും BJP പാളയത്തിലേക്ക് എത്തുന്നത് എന്ന ന്യൂസാണ് ഇപ്പോൾ പുറത്തു വരുന്നത് തന്നെ. വിശദമായി തന്നെ പറയുകയാണെങ്കിൽ തൃശ്ശൂരിൽ നിന്നും, അതായത് DYFI നെല്ലാനി യൂണിറ്റ് സെക്രട്ടറി കൂടി ആയിരുന്ന ശരത് ബാബു, CPIM DYFI പ്രവർത്തകരായിരുന്ന സിനോജ് റെനി, അഭിജിത്ത് TR, പൃഥ്വിരാജ് CS, രാജേന്ദ്രൻ CS, രാജൻ എന്നിങ്ങനെ നിരവധി പേർ ഇപ്പോൾ ഇടതുപക്ഷ ചായ്വ് വിട്ടുകൊണ്ട് എല്ലാ രീതിയിലുമുള്ള ബന്ധം ഉപേക്ഷിച്ചുകൊണ്ട് ഇപ്പോൾ BJP പാളയത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത്. തീർച്ചയായിട്ടും ഇടതുപക്ഷത്തിൽ നിന്ന് കഴിഞ്ഞ കുറേ നാളുകളായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് നിരവധി പേർ, ചെറുപ്പക്കാരടക്കം പ്രവർത്തകരടക്കം, അതോടൊപ്പം തന്നെ ഇടതുപക്ഷ ചായ്വുള്ള നിരവധി കുടുംബങ്ങളടക്കം ഇടതുപക്ഷം വിട്ടുകൊണ്ട് എല്ലാ ബന്ധങ്ങളും ഉപേക്ഷിച്ചുകൊണ്ട് BJP പാളയത്തിലേക്ക് എത്തുന്നത്. അതും തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഈ ഒരു ഘട്ടത്തിൽ തന്നെ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് തീർച്ചയായിട്ടും ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ തോതിലുള്ള ഒരു പ്രശ്നമായി മാറുന്ന ഒരു കാര്യം തന്നെയാണ് എന്നതിനെക്കുറിച്ച് യാതൊരു സംശയവുമില്ല. കാരണം ഇതൊക്കെ തന്നെയും പ്രത്യേകിച്ച് ഈ പറയുന്ന BJPക്ക് കൂടി സ്വാധീനമുള്ള സ്ഥലങ്ങളിലൊക്കെ തന്നെ ഈ ഒരു തരത്തിൽ ഇടതുപക്ഷത്തിൽ നിന്നുള്ള ഈ ഒരു കൊഴിഞ്ഞുപോക്കലുകളൊക്കെ തന്നെ സംഭവിക്കുമ്പോൾ അത് ഇടതുപക്ഷത്തെ എത്രത്തോളം ബാധിക്കും, വോട്ട് ബാധിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമോ? ഈ പറയുന്നവരൊക്കെ തന്നെ BJP പാളയത്തിലേക്ക് വരുമ്പോൾ അത് BJPക്ക് ഗുണകരമായി മാറുമോ? അത് BJPക്ക് വോട്ടാക്കി മാറ്റാൻ പറ്റുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ എത്തുമോ എന്നുള്ള നിരവധി ചോദ്യങ്ങൾ അവിടെ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. എന്ത് തന്നെയായാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ ഒരു സമയത്ത് ഇടതുപക്ഷത്തിൽ നിന്നുള്ള ഈ ഒരു കൂട്ടക്കൊഴിഞ്ഞുപോക്കലുകൾ BJP സംബന്ധിച്ചിടത്തോളം അവർ നേട്ടമാക്കി മാറ്റാനായിട്ട് ശ്രമിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത് തീർച്ചയായിട്ടും ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം നിലവിലത്തെ സാഹചര്യത്തിൽ അതൊരു തിരിച്ചടി തന്നെയാണ് എന്ന കാര്യത്തിലും യാതൊരു സംശയവുമില്ലാതെ പറയാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്.